ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ട പോലെ ഒരു മല്ലു ഗേളിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ കൺട്രി ഭയങ്കര കാം ആൻഡ് ക്ലീൻ ആണ്. ക്ലീൻനെസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വേസ്റ്റ് ബിൻസ് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ഒക്കെ അതത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇട്ട് ഭയങ്കരമായിട്ട് ആ ഒരു ക്ലീൻനെസ് അവർ നല്ല രീതിക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആളുകൾ ഭയങ്കര പൊളൈറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗേൾസിന് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ്. സെക്കൻഡ് തിങ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ വെതറിനെ പറ്റിയിട്ടാണ്. എനിക്ക് എന്താ പറയേണ്ടത് അറിയത്തില്ല, കാരണം ഞാൻ നല്ല രീതിയിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. വിന്റർ ആയിക്കഴിഞ്ഞാൽ എക്സ്ട്രീം വിന്റർ ആണ്, സമ്മർ ആയിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ഹോട്ടാണ്. വിന്ററിലാണ് നമ്മൾ കൂടുതൽ ഇവിടെ ഉണ്ടാവല്. സമ്മർ ആകുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോണ കാര്യം കാരണം കൊണ്ട് നമ്മൾ സമ്മർ അധികം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വിന്ററിന്റെ സമയത്ത് നമ്മൾ എത്ര തെർമൽസും ജാക്കറ്റും ഒക്കെ ഇട്ടാലും ഒരു കാര്യമില്ലാതെ നമുക്ക് തോന്നിപ്പോ. അതേപോലത്തെ വിന്റർ ആണ്. എന്താ പറയാ, നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ വെതർ നോക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ആ ഒരു വെതർ ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ഭയങ്കര വിൻഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ഒരു ഭയങ്കര ഒരു കോൾഡ് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ വിന്ററിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണം. അത് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്കൊക്കെ ഇതിൽ സ്പൈസ് ഒക്കെ വേണമല്ലേ, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പൈസ് എന്നുള്ള വാക്യം നമ്മൾ മറക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ സ്പൈസ് ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് കിട്ടൂല. പിന്നെ ഞാനൊക്കെ ഇവിടെ സെൽഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ തീരെ സ്പൈസ് ഉണ്ടാവില്ല. പിന്നെ ഇത്രയും വർഷമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്പൈസ് തീരെ ഉണ്ടാവില്ല, അതൊരു കാരണമാണ്. പക്ഷെ എന്നാലും ഫുഡൊക്കെ നല്ല നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മൾ പുതിയ പുതിയ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പുതിയ ന്യൂ വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് കുറെ ആളുകൾക്ക് അറിയുമായിരിക്കും ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഓരോരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അവിടുത്തെ ആർക്കിടെക്ചേഴ്സ് ആണ്. അത് എന്താ പറയാ, ഇങ്ങനെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററീസിനൊക്കെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം അത്രമാത്രം നമുക്ക് കാണാനുണ്ട്. പിന്നെ എനിക്ക് ആർക്കിടെക്ചറിനെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയാത്തത് കൊണ്ട് ഞാൻ അധികം പറഞ്ഞ് കോളാക്കുന്നില്ല. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിലെ ആർക്കിടെക്ചർ ഒക്കെ നല്ല അടിപൊളി ആർക്കിടെക്ചർ ആണ് കേട്ടോ. ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകൾ ഭയങ്കര പൊളൈറ്റ് ആണ്. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ്. നിങ്ങൾക്കൊരു ഏഷ്യൻ കൺട്രിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉസ്ബെക്കിസ്ഥാനാണ്. അത്രയും നല്ല അടിപൊളി പ്ലേസ് ആണ്. ഞാൻ ഇത്രയും വർഷം ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കൺട്രി എന്ന് പറയുമ്പോൾ അത്രയും എൻ്റെ മനസ്സിൽ എന്താ പറയാ, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസും കൂടിയാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.